CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച് PK ശശി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് ശശിയുടേത് എന്നാണ് സൂചന. ഇതിനു പിന്നാലെയാണ് ശശിയുടെ രാജി. PK ശശി മത്സരിച്ചാൽ ഒറ്റപ്പാലം സീറ്റിൽ വിജയിക്കാമെന്നാണ് UDF നേതാക്കളുടെ കണക്കുകൂട്ടൽ. തന്റെ രാജി സമർപ്പിക്കേണ്ടത് ജില്ലാ കമ്മിറ്റിക്കല്ലെന്നും പദവികൾ അവർ തീരുമാനിച്ചു നൽകിയതല്ലെന്നും PK ശശി. പൊതുരംഗത്ത് സജീവമായി തന്നെ തുടരുമെന്നും ഇടതുപക്ഷാശയം തന്റെ ജീവാംശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശശി വീട്ടിലിരിക്കുമെന്ന് ആരും കരുതേണ്ടതില്ലെന്നും വ്യക്തമാക്കി. വള്ളുവനാടൻ പൂരക്കാഴ്ചകളിൽ പ്രധാനമായ കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. 14 ദേശങ്ങളും ഒത്തുചേർന്ന പൂരപ്പൊലിമയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് സാക്ഷിയായത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം PK കുഞ്ഞാലിക്കുട്ടി MLA നിർവഹിച്ചു. പുതിയ തലമുറയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വികസന പദ്ധതികൾ എല്ലാ മേഖലകളിലും വിഭാവനം ചെയ്യണമെന്ന് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച് PK ശശി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് ശശിയുടേത് എന്നാണ് സൂചന. ഇതിനു പിന്നാലെയാണ് ശശിയുടെ രാജി. PK ശശി മത്സരിച്ചാൽ ഒറ്റപ്പാലം സീറ്റിൽ വിജയിക്കാമെന്നാണ് UDF നേതാക്കളുടെ കണക്കുകൂട്ടൽ. PK ശശി കോൺഗ്രസിൽ എത്തുമെന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട്ടിലെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കൊഴിഞ്ഞാമ്പാറയിലെ CPM വിമതർക്കൊപ്പം ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ യാത്രയിൽ നിന്ന് PK വിട്ടുനിന്നിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ ജാഥയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നായിരുന്നു ഇതു സംബന്ധിച്ച് ശശിയുടെ വിശദീകരണം. നേരത്തെ ശശിയെ CPMന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നുൾപ്പെടെ തരം താഴ്ത്തിയിരുന്നു. CPM വിട്ട് PK ശശി വന്നാൽ ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. PK ശശി മത്സരിച്ചാൽ ഒറ്റപ്പാലം സീറ്റിൽ വിജയിക്കാമെന്നാണ് UDF നേതാക്കളുടെ കണക്കുകൂട്ടൽ. CCN മണ്ണാർക്കാട്. തന്റെ രാജി സമർപ്പിക്കേണ്ടത് ജില്ലാ കമ്മിറ്റിക്കല്ലെന്നും പദവികൾ അവർ തീരുമാനിച്ചു നൽകിയതല്ലെന്നും PK ശശി. പൊതുരംഗത്ത് സജീവമായി തന്നെ തുടരുമെന്നും ഇടതുപക്ഷ ആശയം തന്റെ ജീവാംശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശശി വീട്ടിലിരിക്കുമെന്ന് ആരും കരുതേണ്ടതില്ലെന്നും വ്യക്തമാക്കി. UDFിലേക്ക് പോകണമെങ്കിൽ KTDC സ്ഥാനത്ത് ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വമനസ്സാലെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിക്കും ടൂറിസം ഡയറക്ടർക്കും ടൂറിസം സെക്രട്ടറിക്കും ഒഫീഷ്യലായിട്ട് എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ഒരാളുടെയും സമ്മർദ്ദമില്ല, ഒരാളുടെയും പ്രേരണയില്ല, ആരുടെയും നിർദ്ദേശമില്ല. ഒരു നിർദ്ദേശവും ഇല്ലാതെ ഏതോ ഒരു ചാനൽ, ആളുകൾ കാണുന്ന ചാനലൊന്നുമല്ല, ഒരു ചാനൽ ആരുടെ ഏതോ ഒരു കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഞാൻ ഈ രാജിവെക്കുന്നത്. എവിടുന്നാണ് ഇയാൾക്ക് ഈ വിവരം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു കമ്മിറ്റിയുടെയും ഒരു നിർദ്ദേശം എനിക്ക് കിട്ടുന്നില്ല. ഇത് ഞാൻ സ്വമനസാലെടുത്ത തീരുമാനമാണ്. മാത്രമല്ല എൻ്റെ റെസിഗ്നേഷൻ ലെറ്ററിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 5 വർഷക്കാലം KTDCയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. നിങ്ങൾ ജില്ലാ നേതൃത്വവുമായി KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത് പറഞ്ഞില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. സ്വാഭാവികമായിട്ട് താങ്കൾ CPMന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഒരു ബ്രാഞ്ചിന്റെ ഒരു അംഗം കൂടിയാണല്ലോ, പാർട്ടിയുടെ അംഗം, പാർട്ടി മെമ്പറാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. അതിലൊരു നീരസം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിപ്പോ ഞാൻ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പാർട്ടി തന്ന പദവിയല്ലേ ഏത് പാർട്ടി തന്ന പദവി? അല്ല, അതൊന്നും അറിയിക്കേണ്ടത് ഇവിടെയൊന്നല്ല. ഇവരൊന്നും അല്ലല്ലോ തീരുമാനിച്ചത്. അറിയിക്കേണ്ട പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ടാവും. അത് അറിയിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറിയിക്കും. കോൺഗ്രസിലേക്ക് ഇല്ല എന്ന് പറയുന്നത് ഈ പാലക്കാട്ടെ ചില ആളുകൾ CPM വിമതരായി നിൽക്കുന്നു, CPM അസംതൃപ്തരായി നിൽക്കുന്നുണ്ട്. അവർ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ളവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേക്ക് PK ശശി എത്തിക്കുമെന്നാണ് അവർ പറയുന്നത്. PK ശശിയായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് അതിന്റെ സതീശൻ അത് ആഗ്രഹിക്കുന്നുണ്ടാവും.
സതീശൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും, ഒരു പക്ഷേ കിട്ടാം. പക്ഷെ സതീശൻ എന്നോട് ആ കാര്യം സംസാരിച്ചിട്ടില്ല. പോകും. ഏത് അവര് അവരെ ക്ഷണിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞ ദിവസം അവരെന്നോട് ഔപചാരികമായിട്ട് എന്നോട് സംസാരിക്കാത്തൊരു കാര്യത്തെ പറ്റി പോകുമോ? പക്ഷെ സതീശൻ അങ്ങനെ ഒരു ധാരണയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശൂന്യാകാശത്തു നിന്നൊരു ചോദ്യം, ശൂന്യാകാശത്തു നിന്നുള്ള മറുപടി. ഒരു 6-7 ദിവസം മുമ്പ് സതീഷ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് PK ശശിയുമായി ഫോണിലൂടെയെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ട്, അതിനുശേഷം അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. PK ശശിയുമായിട്ട് അയാൾ സംസാരിച്ചിട്ടില്ല. അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ജില്ലയിൽ അസംതൃപ്തരുടെ യോഗം കൂട്ടായ്മ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ചേരാൻ പാടില്ല എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എങ്ങനെ അങ്ങനെ ചേരാൻ പാടില്ല എന്നുള്ള അത് വിളിച്ചു കൂട്ടുന്ന ആളുകൾ തീരുമാനിക്കട്ടെ. ഔദ്യോഗിക വിഭാഗം പല സന്ദർഭങ്ങളിലും പാർട്ടി പ്രതിസന്ധിയിലായപ്പോ ഈ മണ്ണാർക്കാടും അത് ഒറ്റയ്ക്ക് നിന്ന് പാർട്ടിയെ നയിക്കുകയും ഔദ്യോഗിക വിഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ് PK ശശി. സ്വാഭാവികമായിട്ട് ഈ ഒരു രാജി ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള ഒരു തുടക്കമാണോ? ഈ നിങ്ങളിപ്പോ രാജിവെച്ചിരിക്കുന്നത് KTDC ചെയർമാൻ സ്ഥാനം, അതൊരു ഒറ്റയ്ക്ക് നിന്ന് ഇനിയുള്ള ഒരു പോരാട്ടം തുടരാനുള്ള ഒരു തുടക്കം മാത്രമാണ്? ഞാൻ CPM-ന്റെ ഏതൊരു നേതാവ് പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞില്ലേ, എത്ര 41,000 പാർട്ടി മെമ്പർമാരിൽ ഒരാൾ മാത്രമല്ലേ ഞാൻ, ഒരു സാധാരണ മനുഷ്യൻ. ആരോ ആവട്ടെ, 41,000 പാർട്ടി മെമ്പർമാരിൽ ഒരാൾ മാത്രമാണ് ഞാനെങ്കിൽ എനിക്ക് ഈ പാർട്ടിയെ വെല്ലുവിളിക്കാനാകുമോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ ഈ 41,000 ഒരാളല്ലേ. അതിലാണ് ഈ ഈ പല സന്ദർഭങ്ങളിൽ പാർട്ടി പ്രതിസന്ധിയിലായപ്പോൾ PK ശശി എന്ന് പറയുന്ന ഒറ്റയ്ക്ക് ഒരാള് ഈ മണ്ണാർക്കാട് പാർട്ടിയെ നയിച്ചു. മണ്ണാർക്കാട് പാർട്ടിയല്ല, പാലക്കാട് ജില്ലയിൽ തന്നെ. പാലക്കാട് ജില്ലയിൽ ഒരു നിലപാടിന് വേണ്ടി തടി കൊടുത്തയാളാണ്. തടി കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷ, അങ്ങ് അറിയോ അതിന്റെ അർത്ഥം? തടി കൊടുത്തയാളായ പാർട്ടിയെ കറക്റ്റ് ആയിട്ടുള്ള ലൈനിൽ നിർത്താൻ വേണ്ടി. സ്വാഭാവികമായിട്ടും പാർട്ടി അവഗണിച്ചു, പാർട്ടി ആ രീതിയിലുള്ള ഒരു പരിഗണന തന്നില്ല എന്നൊക്കെ നിങ്ങൾ അഭിപ്രായ പ്രകാരം പൊതുപ്രവർത്തന രംഗത്തുണ്ടാവും. പിന്നെന്താ, അത് ഞാൻ എന്നും നിങ്ങളോട് പറഞ്ഞു. ഒരു കാര്യം ഉറപ്പാണ്, ശശി വീട്ടിലിരിക്കും, ശശി വീടിന്റെ മുക്കിലിരിക്കും എന്നുള്ള ധാരണ ഒരാൾക്കും ഉണ്ടാകണ്ടില്ല, നിങ്ങൾക്കും ഉണ്ടാകണ്ട. ശശി പൊതുരംഗത്ത് സജീവമായിരിക്കും. രാഷ്ട്രീയ മേഖല വിശാലമായി കിടക്കുകയാണ്, സാമൂഹ്യ മേഖല വിശാലമായി കിടക്കുകയാണ്, സാംസ്കാരിക മേഖല വിശാലമായി കിടക്കുകയാണ്. ഈ മേഖലകളിലൊക്കെ എനിക്ക് നന്നായി പങ്കുവയ്ക്കാൻ കഴിയും. അപ്പൊ നല്ല ജനകീയമായി ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന അവനെല്ലാം അറിയാമല്ലോ. ചില ട്രസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടില്ല, ആ ട്രസ്റ്റിന്റെ ഭാഗമായി എന്തെല്ലാം സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് ആ ആശയം ഒരിക്കലും എന്റെ ഉള്ളിൽ നിന്ന് പോകില്ല. അതെന്റെ ജീവാംശമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷ ആശയവും മാർക്സിസം ലെനിനിസവും എന്റെ ജീവന്റെ ഭാഗമാണ്. എന്റെ കുടുംബം കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കുടുംബമാണ്. അടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കുടുംബമാണെന്ന് മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് പല കമ്മ്യൂണിസ്റ്റുകാരോട് വിരോധം മാത്രമല്ല അറപ്പുണ്ടായിരുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്നയാളാണ്. ഒരു സുദീർഘമായ കാലഘട്ടം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം, യുവജന പ്രസ്ഥാനം, ട്രേഡ് യൂണിയൻ മൂവ്മെന്റ്, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രൂപത്തിൽ. CCN മണ്ണാർക്കാട്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം PK കുഞ്ഞാലിക്കുട്ടി MLA നിർവഹിച്ചു. പുതിയ തലമുറയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വികസന പദ്ധതികൾ എല്ലാ മേഖലകളിലും വിഭാവനം ചെയ്യണമെന്ന് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു. പുതിയ കാലത്ത് പുതിയ ആവശ്യങ്ങളാണ് നമ്മുടെ ഈ സെമിനാറിൽ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. മാറിയ മലപ്പുറം ജില്ലയിൽ മാറിയ തലമുറയുടെ പുതിയ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഇപ്പൊ നോക്കേണ്ടത്. പഴയത് കഴിഞ്ഞു, ഈ പുതിയ ആവശ്യങ്ങളാണ്. ഇപ്പോ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ലഭിച്ച ആളുകൾക്ക് അതിന്റെ അപ്പുറമുള്ള ടെക്നോളജി കൈവരിച്ച എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആയ പ്രൊഫഷണൽ വിദ്യാഭ്യാസം കൈവരിച്ച ആളുകൾക്ക് അതിന്റെ അപ്പുറം എന്ത് ചെയ്യാൻ പറ്റും എന്ന ഘട്ടമായി. കാരണം AI യുഗമായി മാറി. അപ്പോൾ അതിൻ്റെയും അപ്പുറം ഉള്ള കോമ്പിറ്റൻസി ഉണ്ടെങ്കിലേ ലോകത്ത് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലയിൽ ഒരു ക്യാൻസർ സെന്റർ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസം, IT, ആരോഗ്യം, കൃഷി, ടൂറിസം, പ്രവാസിക്ഷേമം തുടങ്ങിയ മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ട് പരിസ്ഥിതി സൗഹൃദ മലപ്പുറം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചടങ്ങിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷരായ ജമീല ആലിപ്പറ്റ, KT അജ്മൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വെട്ടം ആലിക്കോയ, NA കരീം എന്നിവർ സംസാരിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഉമ്മർ അറക്കൽ വിഷയാവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷറഫ് പുതിയ പദ്ധതികൾ വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ PK അസ്ലു സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PM രാജീവ് നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. വള്ളുവനാടൻ പൂരക്കാഴ്ചകളിൽ പ്രധാനമായ കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. 14 ദേശങ്ങളും ഒത്തുചേർന്ന പൂരപ്പൊലിമയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് സാക്ഷിയായത്. രാവിലെ 7-ന് സോപാന സംഗീതത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. 9-നു നടന്ന കാഴ്ചശിവേലിയും പഞ്ചവാദ്യവും പകൽ 2-നു നടന്ന പാഠകവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. വടക്കൻ പൂരത്തിന് ശുഖപുരം ദിലീപും സംഘവും പാണ്ടിമേളം ഒരുക്കിയപ്പോൾ ഗുരുവായൂർ ഇന്ദ്രസൻ തിടമ്പേറ്റി. കിഴക്കൻ പൂരത്തിന് അത്താളൂർ ശിവന്റെ മേളപ്രമാണത്തിൽ 80-ലധികം വാദ്യകലാകാരന്മാർ അണിനിരന്നു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. പടിഞ്ഞാറൻ പൂരത്തിന് കല്ലൂർ ഉണ്ണികൃഷ്ണമാരാർ പ്രമാണിയായി. പുതുപ്പള്ളി കേശവന്റെ നേതൃത്വത്തിൽ 7 ആനകൾ പടിഞ്ഞാറൻ പൂരത്തിൽ അണിനിരന്നു.
രാത്രി വൈകിയും തുടർന്ന പഞ്ചവാദ്യവും പാണ്ടിമേളവും താളലയങ്ങൾ തീർത്തു. പ്രകാശൻ കല്ലുവഴിയുടെ തായമ്പകയും ദേവി ചണ്ഡിക ബാലയും ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറി. വെള്ളിയാഴ്ച രാവിലെ ആറാട്ടോടെ പൂരത്തിന് കൊടിയിറങ്ങും. CCN കടമ്പഴിപ്പുറം. ആലിപ്പറമ്പ് ശ്രീ കാവുംപുറം നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും കളംപാട്ട് താലപ്പൊലിയുടെയും ഭാഗമായുള്ള സമൂഹ കളംപാട്ട് ഭക്തിസാന്ദ്രമായി. തട്ടകത്തിലെ ഭക്തരുടെ വഴിപാടായി നടത്തുന്ന കളംപാട്ടാണ് സമൂഹ കളംപാട്ടായി ക്ഷേത്രത്തിൽ നടത്തുന്നത്. മൂന്ന് ദിവസങ്ങളാണ് പാട്ട് നടത്തുന്നത്. വെളിനേഴി വിനോദ് കുറുപ്പാണ് കളംപാട്ടിന് നേതൃത്വം നൽകുന്നത്. പഞ്ചവർണ്ണപ്പൊടി കൊണ്ട് കളമെഴുത്ത്, കളംപാട്ട്, പ്രസാദ വിതരണം എന്നിവ ഉണ്ടായി. മേളത്തോടെ വെളിച്ചപ്പാടിന്റെ നൃത്തച്ചവിട്ടും ഉണ്ടായി. വെളിച്ചപ്പാടിന്റെ കൽപ്പനയും അരിയേറും നടത്തി. രാവിലെ ഗണപതി ഹോമം, ഭഗവാന് ബിംബശുദ്ധി, ഉത്സവ പൂജകൾ, ശ്രീഭൂതബലി, ഉച്ചപ്പാട്ട്, വൈകിട്ട് കുട്ടികളുടെ പഞ്ചവാദ്യം, തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, സന്ധ്യാവേല, കളംപൂജ, കളംപാട്ട്, കളപ്രദക്ഷിണം, കൽപ്പന, അന്നദാനം എന്നിവയും നടന്നു. CCN ചത്തല്ലൂർ. തൊഴിലന്വേഷകർക്കായി ശ്രീകൃഷ്ണപുരം VT പാട്ടത്തിർപ്പാട് കോളേജിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. കോളേജ് പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹകരണത്തോടെ ഫെബ്രുവരി 21 ശനിയാഴ്ചയാണ് തൊഴിൽമേള നടക്കുന്നത്. 40ഓളം കമ്പനികൾ പങ്കെടുക്കുന്ന ഈ മേളയിൽ വിവിധ മേഖലകളിലായി 1000ഓളം തൊഴിലവസരങ്ങളാണ് ലഭ്യമാകുന്നത്. 10ാം ക്ലാസ് പാസ്സായവർ മുതൽ ബിരുദാനന്തര ബിരുദധാരികൾ വരെയുള്ളവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. പുതുതായി ജോലി തേടുന്നവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും ഒരേപോലെ മുൻഗണന ലഭിക്കും. ഫെബ്രുവരി 21 രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ VTB കോളേജ് ഓഡിറ്റോറിയത്തിലാണ് മേള ക്രമീകരിച്ചിരിക്കുന്നതെന്ന് കോളേജ് പ്ലേസ്മെന്റ് ഇൻചാർജ് GS അരവിന്ദ് അറിയിച്ചു. 40ൽ കൂടുതൽ കമ്പനികൾ വരുന്നുണ്ട്. 1000ൽ കൂടുതൽ വേക്കൻസികളുണ്ട്. +2 മുതൽ ഡിഗ്രി, PG, ITI ഒക്കെ ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കാവുന്നതാണ്. ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്നതാണ്. ഇതൊരു വളരെ ഫ്രീ രജിസ്ട്രേഷനുമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു വളരെ നല്ല അവസരമാണ്. എല്ലാവരെയും ഈ മെഗാ തൊഴിൽമേളയിലേക്ക് ക്ഷണിക്കുന്നു. CCN കടമ്പഴിപ്പുറം. കുടുംബശ്രീയുടെ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ KNM എന്ന പ്രീമിയം ബ്രാൻഡിൽ വിപണിയിലിറക്കി. പദ്ധതിയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം പുലാമന്തോളിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ നിർവഹിച്ചു. മിഠായി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ മത്സരിക്കുന്ന നെസ്ലേന്റെ കമ്പനിയോട് കിറ്റ്കാറ്റിനോടും ഡയറക്റ്റിനോട് മത്സരിക്കുകയാണ്. കാരണം നിങ്ങൾ അപ്പുറത്തെ പീടികയിൽ എന്ത് വിൽക്കുന്നു എന്നുള്ളതല്ല. ഇവിടെ എല്ലാം ഗ്ലോബലി അവൈലബിൾ ആയ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മത്സരാണ് ലോകത്തോടാണ്. നിങ്ങൾ അച്ചാറുണ്ടാക്കുമ്പോൾ ഞാൻ അച്ചാറുണ്ടാക്കി എൻ്റെ അച്ചാർ എടുക്കില്ല എന്ന് പറയുമ്പോൾ അവരാലോചിക്കും ഇതിനേക്കാൾ വില കുറഞ്ഞൊരു അച്ചാർ അപ്പറയുണ്ടല്ലോ, ഞാൻ എന്തിനാണ് വാങ്ങുന്നത്, സ്വാഭാവികമായിട്ടും ആലോചിക്കും. അതുകൊണ്ട് തന്നെ മത്സരം വേൾഡ് ക്ലാസ് ആയിരിക്കാം. ആ വേൾഡ് ക്ലാസ് മത്സരത്തിലേക്കാണ് ഒരുപക്ഷെ KNM നമ്മൾ ഒരുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് മാറാൻ പോവാണ്. നമ്മുടെ മാർക്കറ്റ് മാറുമ്പോൾ തന്നെ സെയിലും മാറും. ഒരു അച്ചാറിനൊക്കെ 10 ആൾക്ക് വിൽക്കാമെന്നുള്ളത് ഒരു 10,000 ആൾക്ക് വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമല്ലോ സ്വാഭാവികമായിട്ടും. ആ ആഗോളവൽക്കരണം നമ്മുടെ കുടുംബശ്രീയിൽ വരികയാണ്. എനിക്കൊരു സന്തോഷമുണ്ട്. അത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പറഞ്ഞ പോലെ ഇനി പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
രാജ്യത്തെ പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളുടെ സാങ്കേതിക സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത 30ഓളം ഉൽപ്പന്നങ്ങളാണ് ഈ പദ്ധതിയിലൂടെ വിപണിയിലെത്തുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ബനാന ഫ്ലോർ, ബനാന ഹെൽത്ത് മിക്സ് എന്നീ ഉൽപ്പന്നങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തിറക്കിയത്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച് ആകർഷകമായ പാക്കിങ്ങോടുകൂടിയാണ് ഇവ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മറ്റു ജില്ലകളിലെ കുടുംബശ്രീ യൂണിറ്റുകൾ വികസിപ്പിച്ചെടുത്ത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. ചടങ്ങിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എസ് ഷാനവാസ് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ്, VFPCK ജില്ലാ മാനേജർ റാണി ജോർജ്, നബാർഡ് ജില്ലാ മാനേജർ മുഹമ്മദ് റിയാസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. CCN മലപ്പുറം. റമളാനിൽ വിശ്വാസികൾക്ക് ആരാധനാ കർമ്മങ്ങളിലും വിജ്ഞാന സമ്പാദനത്തിലും സജീവമാകാനുള്ള വിപുലമായ സൗകര്യങ്ങളുമായി മലപ്പുറം മഅ്ദിൻ അക്കാദമി റമളാൻ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. സ്വലാത്ത് നഗറിലും അനുബന്ധ കേന്ദ്രങ്ങളിലുമായി നിരവധി കർമ്മ പദ്ധതികളാണ് ഈ വർഷം വിഭാവനം ചെയ്തിരിക്കുന്നത്. റമളാൻ 1 മുതൽ 30 വരെ ക്യാമ്പസിൽ ഒരുക്കുന്ന ഇഫ്താർ സംഗമങ്ങൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള പരിസ്ഥിതി സൗഹൃദ പരിപാടികളായിരിക്കും. യാത്രക്കാർ, സമീപത്തെ ഹോസ്റ്റലുകളിലെ രോഗികൾ, കൂട്ടിരിപ്പുകാർ എന്നിവർക്കായി വിപുലമായ നോമ്പുതുറ സൗകര്യങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ റംസാൻ 1 മുതൽ മഅ്ദിൻ ഗ്രാൻഡ് മസ്ജിദിൽ ആരംഭിക്കുന്ന ഇഅ്തികാഫ് ജൽസയിൽ പങ്കെടുക്കുന്നവർക്ക് താമസം, നോമ്പുതുറ, അത്താഴം എന്നിവ ലഭ്യമാകും. മഅ്ദിൻ ഗ്രാൻഡ് മസ്ജിദിന് പുറമെ ഇത്തവണ പുതുതായി കൊളായിൽ ഉദ്ഘാടനം നിർവഹിച്ച മഅ്ദിൻ ടെക്നോറിയം മസ്ജിദിലും വിവിധങ്ങളായ പരിപാടികൾ നടക്കും. റംസാനിലെ ആദ്യ വെള്ളിയാഴ്ചയിലെ ആരാധനാ കർമ്മങ്ങൾക്ക് ഭിന്നശേഷി പണ്ഡിതർ നേതൃത്വം നൽകും. സ്ത്രീകൾക്കായി പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന ഇസ്ലാമിക് ഹോം സയൻസ് ക്ലാസിന് ശനിയാഴ്ച തുടക്കമാകും. ബദ്ർ കിസ്സാപ്പാട്ട് മാർച്ച് 1 നടക്കും. പാടിപ്പറയൽ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കുന്ന കണ്ടമംഗലം ഹംസ മുസ്ലിയാരുടെ ബദ്ർ പുസ്തക പ്രകാശനവും ചടങ്ങിൽ നടക്കും. മഹാപ്രാർത്ഥനാ സമ്മേളനം ക്യാമ്പയിന്റെ സമാപനമായി റമളാൻ 27-ാം രാവിൽ ജനലക്ഷങ്ങൾ സംബന്ധിക്കുന്ന മഹാപ്രാർത്ഥനാ സമ്മേളനം നടക്കും. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും ലോക സമാധാനത്തിനായുള്ള പ്രാർത്ഥനയും ചടങ്ങിലുണ്ടാകും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നിസ്കാരവും ശേഷമുള്ള പ്രഭാഷണവും എല്ലാം ഭിന്നശേഷിക്കാരായിരിക്കും. അവർക്കത് വലിയ ഒരാത്മവിശ്വാസം നേടിക്കൊടുക്കുന്ന സമയമാണ്. വരുന്ന ശനിയാഴ്ച തൊട്ട് സ്ത്രീ സമൂഹത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി ഹോം സയൻസ്, പ്രീമാരിറ്റിക്കൽ വോയിസ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാം നടക്കുന്നു. ബദർ ദിനത്തിൽ ബദർ അനുസ്മരണ സമ്മേളനം, അതോടുകൂടെ തന്നെ 12 മണിക്കൂർ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോരുന്ന ബദർ കിസ്സ പാട്ടുകൾ. വാർത്താ സമ്മേളനത്തിൽ ഇബ്രാഹിമുൽ ഖലീൽ അൽബുക്കാരി, പരിമാനുപ്പ് ഹാജി, ദുൽഫുക്കാർ അലി സഖാഫി, ഉമ്മർ മേൽബുറി, സൈനുദ്ദീൻ നിസാമി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CCN മലപ്പുറം. ആലിപ്പറമ്പ് ചോരാണ്ടി പാറക്കണ്ണി റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം നിർവഹിച്ചു. റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തെ യാത്രാക്ലേശത്തിന് വലിയ പരിഹാരമാകും. പ്രത്യേകിച്ചും നമ്മുടെ പ്രദേശത്ത് ഏതാണ്ട് പ്രധാനപ്പെട്ട റോഡുകളുടെ എല്ലാം പണി പൂർത്തീകരിച്ചുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുന്നത്. നിങ്ങൾക്കറിയാം, ആലിപ്പറമ്പിലാണ് ഏറ്റവും കൂടുതൽ റോഡ് തകരാറായി കിടന്നിട്ടുണ്ടായിരുന്നത്. വലിയ റോഡുകൾ മുതൽ ചെറിയ റോഡുകൾ വരെ. പ്രത്യേകിച്ചും ഇപ്പോൾ ജൽജീവൻ മിഷന്റെ പണി തുടങ്ങിയതിനു ശേഷം ഒട്ടനവധി ചെറിയ റോഡുകളും തകരാറിലായി കിടക്കുകയാണ്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ആലിപ്പറമ്പ് പഞ്ചായത്തിനാണെന്ന് അഭിമാനത്തോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. 14.20 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരണം നടത്തുന്ന റോഡാണിത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാറക്കണ്ണി വാർഡ് മെമ്പർ PK മുനീർ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ TK നവാസ്, MV സിനി, വാർഡ് മെമ്പർ നെടുമ്പട്ടി മോഹൻദാസ്, മുൻ മെമ്പർ T ഖാദർ, ഒടുവിൽ ശിഹാബ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. പ്രദേശത്തെ നിരവധി നാട്ടുകാരും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച് PK ശശി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് ശശിയുടേത് എന്നാണ് സൂചന. ഇതിനു പിന്നാലെയാണ് ശശിയുടെ രാജി. PK ശശി മത്സരിച്ചാൽ ഒറ്റപ്പാലം സീറ്റിൽ വിജയിക്കാമെന്നാണ് UDF നേതാക്കളുടെ കണക്കുകൂട്ടൽ. തന്റെ രാജി സമർപ്പിക്കേണ്ടത് ജില്ലാ കമ്മിറ്റിക്കല്ലെന്നും പദവികൾ അവർ തീരുമാനിച്ചു നൽകിയതല്ലെന്നും PK ശശി. പൊതുരംഗത്ത് സജീവമായി തന്നെ തുടരുമെന്നും ഇടതുപക്ഷ ആശയം തന്റെ ജീവാംശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശശി വീട്ടിലിരിക്കുമെന്ന് ആരും കരുതേണ്ടതില്ലെന്നും വ്യക്തമാക്കി. വള്ളുവനാടൻ പൂരക്കാഴ്ചകളിൽ പ്രധാനമായ കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. 14 ദേശങ്ങളും ഒത്തുചേർന്ന പൂരപ്പൊലിമയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് സാക്ഷിയായത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം PK കുഞ്ഞാലിക്കുട്ടി MLA നിർവഹിച്ചു. പുതിയ തലമുറയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വികസന പദ്ധതികൾ എല്ലാ മേഖലകളിലും വിഭാവനം ചെയ്യണമെന്ന് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.